നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ ആഘോഷിച്ച എല്ലാവരും. ഓണമൊക്കെ അടിപൊളിയായിരുന്നു. മഴയൊന്നും പെയ്തില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ രാവിലെ എന്തുണ്ട്, ജോലിയൊന്നും ഇല്ലായിരിക്കുമല്ലോ, അതോ ഓണത്തിൻ്റെ പിറ്റേ ദിവസത്തെ പാത്രം മഴക്കലും ബഹളമായിരിക്കുമല്ലോ എല്ലാവരും. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പാചകവും ഒന്നുമല്ല, വെറുതെ കുറച്ച് ഓണമെല്ലാം കഴിഞ്ഞല്ലോ. ഓണമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സുഖമായിട്ട് വീട്ടിൽ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. വിരുന്ന് ഒക്കെ പോയോ? സ്ത്രീകൾക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നറിയാം. തേച്ച് മടക്ക് ഇവിടെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിയിട്ട്, പിന്നെ ഒരു കപ്പക്കിഴങ്ങുണ്ട്, അത് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കഷ്ണിച്ച് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. കൂടുതൽ വീഡിയോ ഇട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. പറയുമ്പോൾ ഒത്തിരി തെറ്റൊക്കെ വരുന്നുണ്ട്. വീഡിയോ കൂടുതലിട്ട് തുടക്കക്കാരിയല്ലേ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വർത്തമാനം പറഞ്ഞൊന്നും ശീലമില്ല. അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ക്ഷമിക്കുമല്ലോ. വിദേശത്തുള്ള കൂട്ടുകാരൊക്കെ എങ്ങനെ ഓണം ആഘോഷിച്ചേ? എല്ലാം പുറത്തുനിന്ന് വരുത്തിയോ ഭക്ഷണങ്ങളൊക്കെ? യൂട്യൂബിലാണെങ്കിൽ ഒരു ചാനൽ പുറത്തുനിന്ന് വരുത്തിയ ഭക്ഷണം കണ്ടു. പക്ഷേ അത് അടിപൊളിയാ ഭക്ഷണങ്ങളാണെന്ന്. ഇവിടുത്തെ അതും അവിടുത്തെ പൈസയും കൂടെ നോക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെയും അത്രയാകും. പിന്നെ വേറെ എന്തോ ഉണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ജോലിയും വേലയൊന്നും കാണത്തില്ലല്ലോ. ഇന്നലത്തെ പട്ടടത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ചൂടാക്കിയൊക്കെ എടുത്താൽ മതിയായിരിക്കുമല്ലോ. ഇത് കുറച്ച് ദിവസമായിട്ടിരുന്ന കപ്പക്കിഴങ്ങാണ്. ഞാനോർത്തു പുഴുങ്ങാമെന്ന്. അതിനായിട്ട് മുറിക്കുകയാണ്. ഇതിൻ്റെ കൂടെ മീനൊന്നുമല്ലേ, തൈര് സംബന്ധി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാം? എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറയുകയാണ്. കാന്താരി, ചുവന്നുള്ളി, ഉപ്പ് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി അരച്ചിട്ട് തൈരെടുക്കുക. തൈരിൻ്റെ അകത്ത് കലക്കുക. അതും ഈ കപ്പ പുഴുങ്ങിയതും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി. ചില കപ്പ പൊളിക്കുമ്പോൾ തൊലിയൊന്നും ഇളകാൻ പാടാ. നല്ലതാണോന്ന് അറിയത്തില്ല. ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണിച്ച് എടുത്തു. കപ്പയ്ക്ക് വെള്ളം വെച്ചായിരുന്നു. വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കപ്പ പുഴുങ്ങാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കാന്താരി പറിക്കാൻ പോവുകയാണ്.
ഇഷ്ടം പോലെ കാന്താരിയുണ്ട്. കാന്താരി നിൽക്കുന്നുണ്ട്. എല്ലാം കിളി തിന്നും. കാന്താരി എല്ലാം വിട്ടേക്കത്തില്ല, കിളി തിന്നും. എല്ലാ സാധനങ്ങളും ഒക്കെ പിന്നെ ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ എല്ലാ കൃഷി സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും കിട്ടുകയില്ല. കപ്പ, ചേമ്പ് അതെല്ലാം പന്നി എടുത്തുകൊണ്ട് പോവും. അങ്ങനെ അതിൻ്റെ ശല്യമുണ്ട്. ഇപ്പം പന്നിയുടെ ശല്യം കുറവാണ്. പന്നിയെല്ലാം നാട്ടിൽ പോയി. ഇനി ഒരു സമയത്ത് ഈ സാധനങ്ങളും നാട്ടിലോട്ട് പോകും. അപ്പം നാട്ടിലുള്ളവരാരും കളിയാക്കത്തില്ലല്ലോ, ഇവിടെ മാത്രം ഉള്ളൂ എന്ന്. നാട്ടിലോട്ടും അധികം താമസിയാതെ നാട്ടിലോട്ടും ഈ വക മൃഗങ്ങളെല്ലാം വരുന്നതായിരിക്കും. വലിയ കാലതാമസമൊന്നും കാണത്തില്ല. ഇഷ്ടം പോലെ കാന്താരിക്കൊല്ലയുണ്ട് റബ്ബറിൻ്റെ അകത്തൊക്കെ. ഈ കിളിയൊക്കെ കാഷ്ടിച്ച് വെക്കും. അത് പിന്നെ കിളിച്ച് കാന്താരി ഇഷ്ടം പോലായി നിൽപ്പുണ്ട്. ഒരു മരുന്ന് കാണണോ? കാണിക്കാം. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ സാധനം, ഇതാണ് ആനച്ചവടി എന്ന് പറയും. ആനച്ചവടി. ഈ ആനച്ചവടിയുടെ വേരുണ്ടല്ലോ, ഈ വേരാണെങ്കിൽ അർച്ചസ് എന്ന് പറയുന്ന രോഗമുള്ളവരെ പിന്നെ ഇറച്ചിക്കകത്തൊക്കെ ഇതിൻ്റെ വേര്, ഇലയല്ല, ഈ വേര് 5-6 മൂട് പറിച്ച് ഈ വേരാണെങ്കിൽ നന്നായി കഴുകി കെട്ടി ഇറച്ചിക്കകത്ത് ഇട്ടാൽ മതി. ഇറച്ചി വേകാറാകുമ്പം പിന്നെ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇത് നല്ലൊരു മരുന്നാണ്. അവർക്ക് പിന്നെ ഇറച്ചി കൂട്ടുമ്പം അസ്വസ്ഥതകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ഇതാണ് ആനച്ചവടി എന്ന് പറയും. ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ഇവിടെ എല്ലാം. എല്ലായിടത്തും ഒന്നും കാണത്തില്ല ഇതൊന്നും. അന്വേഷിച്ച് നടക്കുമ്പോൾ ഒറ്റയൊരെണ്ണം കിട്ടത്തില്ല. ഇത് ഞാൻ ആമ്പൽച്ചെടി നട്ടേക്കുന്നതാണ്. ഞങ്ങളുടെ റിലേഷനിൽപ്പെട്ട ഒരു വീട്ടിൽ ആമ്പൽച്ചെടി ഇഷ്ടം പോലെ നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ 2 തൈ വാങ്ങിച്ചുകൊണ്ട് വന്നു നട്ടു. പക്ഷെ തൈ പിടിച്ചില്ല. അതിൻ്റെ കൂടെ തൈ പിടിച്ചില്ല എങ്കിൽ ഒരു ഇലയും തന്നു വിട്ടിരുന്നു. അന്നേരം എന്നോട് ചെറുക്കൻ പറഞ്ഞു, ഈ ഇല കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കമിഴ്ത്തി ഇങ്ങനെ ഇട്ടാൽ മതി, പിന്നെ പിടിച്ചോളുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇലയിൽ നിന്നാണ് വേണ്ടി ഈ തൈ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഈ ഇല വലിയ ഇലയായിരുന്നു കിട്ടിയിരുന്നത്. ആ ഇല പറിച്ചത് ഇങ്ങനെ കമത്തി കൊണ്ടിട്ടിരുന്നു. ഇതെങ്ങനെ നട്ടതെന്നറിയാമോ? ഇതുപോലെ വെള്ളം പോകാത്ത വലിയൊരു പാത്രമോ, ഇതൊരു ചെടിച്ചട്ടിയിലാണ് ഞാൻ നട്ടേക്കുന്നത്. വലിയൊരു ചെടിച്ചട്ടിയിലാണ് നട്ടേക്കുന്നത്. പക്ഷേ അടി ഹോളൊന്നുമില്ല, അതുകൊണ്ട് വെള്ളം പോകത്തില്ല. അതിൻ്റെ അകത്ത് ഈ തോട്ടറമ്പിലുള്ള
ചള്ളയും മണലും കൂടെ ചേർന്ന് മണ്ണുണ്ടല്ലോ, അത് വാരിക്കൊണ്ട് വന്ന് ഇതിൻ്റെ അകത്ത് കുറച്ച് ഒരു 1/4 ഭാഗം ഇട്ട് നിറച്ചു. അതിന് ശേഷം ഈ ഈ ഇല അതിൻ്റെ പുറത്ത് കമത്തിയിട്ട് വെള്ളം ഒഴിച്ചു. അത് ഏകദേശം ഒരു 5-6 ദിവസം ആയപ്പോഴത്തേനും അത് വേരിറങ്ങി ഈ തൈകളെല്ലാം ഈ പരുവത്തിൽ വന്ന് കിടക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുടനെ കൊതുക് പെരുക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് മോനെ ചെന്ന് മീനെ പിടിച്ചുകൊണ്ട് വന്നു. അവിടെ ആ റിലേഷനിൽപ്പെട്ട വീട്ടിലെ ഗപ്പിയൊക്കെ വളർത്തുന്നുണ്ട്. അവർ അതിനെയൊക്കെയാണ് ഈ വെള്ളത്തിലിട്ടേക്കുന്നത്. അവിടെ ചെന്നാൽ അതിനെ കൊണ്ടുപോരാ, എപ്പോഴും പോകാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് ഈ നമ്മുടെ തോട്ടിൽ വളരുന്ന സൈസ് മീനെ പിടിച്ചുകൊണ്ട് വന്ന് ഇട്ടു. കാണാമോ എന്നറിയത്തില്ല, ഇതിൻ്റെ അകത്ത് മീൻ കിടപ്പുണ്ട്. ഇത് മാനത്താങ്കണ്ണി, വാഴയ്ക്ക വരയന് എന്നൊക്കെ പറയുന്ന മീനാണ് പിടിച്ചുകൊണ്ട് വന്നത്. കാണാമോ എന്നറിയത്തില്ല, ഇതിൻ്റെ അകത്ത് മീൻ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇവിടെ ഈ സൈഡിൽ മീൻ കിടപ്പുണ്ട്. ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഏതാണ്ട് 1-2 സൈസ് മീനൂടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് പേരറിയത്തില്ല. എന്താണ്ട് വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് വന്ന് കിടക്കുന്നത് കണ്ടില്ലേ. കൊതുക് പെരുക്കാതെ കൊണ്ടിട്ടേക്കുന്നതാണ്. കൊതുകിൻ്റെ മുട്ടയൊക്കെ ഇടുമ്പോൾ അത് തിന്നോളുമല്ലോ. ഇത് പെട്ടെന്ന് വളർന്ന് വലുതായിക്കോളും. വളങ്ങളോ ഒന്നും ആവശ്യം ഇല്ല വലിയ കാര്യത്തിൽ. ഇതുവരെയും വളമൊന്നും ഇട്ടിട്ടില്ല. ഇത് പിന്നെ വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് ഈ ആമ്പലിലുണ്ടാകുന്നത്. ഞാൻ വേറെ ഒരു ഷോർട്ടിലിട്ടിട്ടുണ്ട് അതിൻ്റെ പൂവ്. ഈ കൊച്ചു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ് ഒക്കെ ഇടുക. മുൻപോട്ട് ഈ വീഡിയോ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇനിയും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.